എന്ത് പറ്റി സാറേ? എന്താണെന്നറിയത്തില്ല, വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം. എന്നെ ഒന്ന് ആ മെയിൻ റോഡിലോട്ട് വിടാവോ? അതിനെന്ത്, സാറ് കയറിയോ? ഓ താങ്ക്സ്, വലിയ ഉപകാരം. പോ. അല്ല സാറേ, വണ്ടി അത് ഞാൻ സർവീസ് സെൻ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് എടുത്തോളും. ഓക്കെ, എടുക്കാം. ആ ശരി. അയ്യോ, എല്ലാം താഴേക്ക് വീണോ സാറേ? ആ കുഞ്ഞാനാണോ വയ്യാത്ത? ആ ഹലോ. ഹലോ. ആ പറഞ്ഞോടാ. വണ്ടി എടുക്കാൻ ആളെ വിടണോ? വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞ ഫയൽ കിട്ടിയായിരുന്നോടാ? ആ കിട്ടി. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ഫയലിൻ്റെ ഒരു കോപ്പി എൻ്റെ ഓഫീസിലും ഒരു കോപ്പി നമ്മുടെ മനസാറിൻ്റെ ഓഫീസിലും കൊടുത്തേക്ക്. കയ്യിൽ വെച്ചോണ്ടിരിക്കല്ലോ. പക്ഷേ അതൊക്കെ ഞാൻ കൊടുക്കാം. നീ എങ്ങനെ ഇങ്ങോട്ട് വരും? എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയടാ. ലിഫ്റ്റോ? എന്റെ പൊന്നുമോനെ, കയ്യിൽ 1-2 രൂപയല്ല, 35 ലക്ഷം. ഇവിടെ റേഞ്ച് കുറവാ. എന്തായാലും ഞാൻ അങ്ങ് വന്നിട്ട് വിളിക്കാം. ആ ശരി. എന്തു പറ്റി? അറിയില്ല സാർ. എന്താ കുഴപ്പം? അറിഞ്ഞൂടാ സാറേ, നോക്കട്ടെ. വണ്ടിക്ക് ഓഫ് ആവേണ്ട സമയം. നിൽക്കുക സാറേ. ഫ്യൂൽ പമ്പിൽ എയർ കയറിയാ സാറേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ സാറ് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഫ്യൂൽ കേബിൾ മാറ്റിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സാറേ. ഒരു 5 മിനിറ്റ്. എൻ്റെ പൊന്നളിയാ, ഈ മണ്ടന്മാരൊക്കെ എങ്ങനെയുടെ നിന്റെ വണ്ടിയിൽ വന്ന് കയറണത്? നീ സാധനം എടുക്കുക. കാശ് കയ്യിൽ വെച്ചോണ്ടിരിക്കണ സേഫ് അല്ല, ഗോൾഡാക്കി മാറ്റണം. നീ മൂസാക്കയുടെ മോനെ പോയി ഒന്ന് കാണും. ആര്? ആ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ച പ്രതി ഷഫീഖിനെ? ആ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവനൊക്കെ വിശ്വസിക്കാമോ? ഇങ്ങോട്ട് വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട, ഞാൻ പറയണ കേട്ടാൽ മതി. നിനക്ക് എവിടെ നിന്നാ ഈ ബാഗ് കിട്ടിയേ? അതെന്തിന് നീ അറിയണ?
ഷഫീഖിനെ പോലീസ് പൊക്കി. നീ ഇത് നീ തന്ന ബാഗിലുണ്ടായിരുന്നത് കള്ളനോട്ടാടാ, കള്ളനോട്ട്. തീർന്നിട്ടില്ല അളിയാ, നിന്റെ വണ്ടിയും കൊണ്ടുപോയിട്ടുണ്ട്. വണ്ടി എന്തിനു കൊണ്ടുപോയത്? അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? പോലീസുകാർക്ക് നിന്റെ വണ്ടിയിൽ നിന്ന് എന്താ ഇലയോ പൊടിയോ എന്തോ കിട്ടിയെന്ന് പറഞ്ഞാ വണ്ടിയും കൊണ്ട് പോയിരിക്കുന്നത്. നീ ഇതൊക്കെ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞാളിയാ? തല വരിക്കണം കേട്ടിട്ട്. ഇത് പണിയാളിയാ, ആരോ നിനക്കിട്ട് വെച്ച പണി. ഇത്രയും നാൾ നീ മറ്റുള്ളവരെ പണിതില്ലേ? സത്യം പറ അളിയാ, നിനക്ക് എവിടെ നിന്ന് ഈ ബാഗ്? ബാഗും കാശും കിട്ടിയത്. സർ, ഇത്രയും നേരം എവിടെ പോയി കിടന്നടോ? സാർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. പിന്നെ സ്റ്റേഷനിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന വണ്ടി സാർ എടുത്തുകൊണ്ട് പോയില്ലേ? ഓ, ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറി. അവിടെ ആരുടെ അമ്മയെ കെട്ടിക്കണം? കള്ളനോട്ട. എത്രയാ? 35 ലക്ഷം. 35 ലക്ഷം രൂപയുടെ കള്ളനോട്ടോ? വെള്ളപ്പൊടിയും കിട്ടിയിട്ടുണ്ട്. ആളെ കെട്ടിയോ? ഇല്ല, പക്ഷേ കേസ് നമ്മുടെ സ്റ്റേഷൻ പരിധിയില്ല സാറേ. പുല്ല്, തലവേദന ആയല്ലോ. മരിച്ചതാരാ സി എ സാറിൻ്റെ? സാറിൻ്റെ അനിയനും കുടുംബവും. എന്തു പറ്റിയതാ? കല്യാണം കഴിഞ്ഞ് കുറേ കാലം കുട്ടികളില്ലായിരുന്നു. കാണാത്ത ഡോക്ടർമാരില്ല, പോകാത്ത അമ്പലങ്ങളില്ല, നേർച്ചയിടാത്ത പള്ളികളില്ല. അവസാനം അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് 5 വയസ്സായപ്പോൾ ഒരു അപൂർവ ജനറ്റിക് രോഗം ബാധിച്ചു. ഏകദേശം 80 ലക്ഷത്തോളം രൂപ വേണ്ടിവരും ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി വിദേശത്തു നിന്ന് മെഡിസിൻ കൊണ്ടുവരാൻ. ഒറ്റ മകളല്ലേ, അവരുടെ വീടും സ്ഥലവും വിറ്റ് കടം വാങ്ങിച്ചുമെല്ലാം കൂടി ഒരു 35 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. ചേട്ടാ, 35 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്. ബാക്കി ഒരു 5 ലക്ഷം കൂടെ കിട്ടിയാൽ ഒരു ഡോസ് മരുന്ന് വരുത്തിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ശരി ചേട്ടാ, ഞാൻ ഇപ്പോൾ തന്നെ അയക്കാം. ആ കാറുകാരൻ അയാളെയും പറ്റിച്ച് ആ കാശും കൊണ്ടുപോയി. മെഡിസിൻ എത്തിക്കാൻ കഴിയാതായപ്പോൾ കുഞ്ഞിൻ്റെ ചികിത്സ മുടങ്ങി, കുഞ്ഞ് മരിച്ചു. ആ വിഷമത്തിൽ കുടുംബം ആത്മഹത്യ ചെയ്തു. അന്വേഷണം ഇപ്പം എന്തായി സാർ? DYSP നവീൻ സാറായിരുന്നു കേസ് ഹാൻഡിൽ ചെയ്തത്. ആ മുള്ളങ്കാവ് കാട്ടിനുള്ളിലെ റോഡിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഈ കേസിൽ ആ കാറുകാരനെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു സാറിൻ്റെ അനിയൻ. പുള്ളിയാണെങ്കിൽ ആത്മഹത്യയും ചെയ്തു. തെളിവുകളുടെ അഭാവത്തിൽ കേസും ക്ലോസ് ചെയ്തു. ആദിത്യ സാർ എങ്ങനെ സസ്പെൻഷനിലായി? സാറ് സസ്പെൻഷനിലായിരുന്നു. നമ്മുടെ മന്ത്രി ദിവാകരൻ്റെ മരുമാനെ തല്ലിയ കേസിൽ. അത് ആദിത്യൻ സാറായിരുന്നു. സാറിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ സ്റ്റേഷനിലാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു ഡോസ് മരുന്ന് വരുത്തിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ അക്കൗണ്ട് നമ്പർ എന്നായി. ഓക്കെ, ശരി ചേട്ടാ. ഇത്രയും നാൾ നീ മറ്റുള്ളവരെ പണിതില്ലേ? സത്യം പറ അളിയാ, നിനക്ക് എവിടെ നിന്ന് ഈ ബാഗും കാശും കിട്ടിയത്. ഹലോ സാർ, സാറിൻ്റെ അനിയനും കുടുംബവും.
എന്ത് പറ്റി സാറേ? എന്താണെന്നറിയത്തില്ല, വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം. എന്നെ ഒന്ന് ആ മെയിൻ റോഡിലോട്ട് വിടാവോ? അതിനെന്ത്, സാറ് കയറി. ഓ താങ്ക്സ്, വലിയ ഉപകാരം. സാർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ 35 ലക്ഷത്തിൻ്റെ കളനോട്ട് കേസല്ലേ? പിന്നെ കുറച്ച് പൊടിയും. അതെ സാർ. കേരടോ.